ഹായ് നമസ്കാരം ഗൈസ്. അപ്പോൾ ഇന്ന് ദിലീപേട്ടൻ്റെ തങ്കമണി സിനിമ മാർച്ച് 7-ാം തീയതി തിയേറ്ററിലേക്ക് എത്തി. അപ്പോൾ ദിലീപേട്ടൻ ചിത്രം തിയേറ്ററിലേക്ക് എത്തിയപ്പോൾ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് പ്രാണിത സുഭാഷ്, നീത പിള്ളൈ, പിന്നെ സ്റ്റാർ കാസ്റ്റായിട്ട് വന്നിരിക്കുന്നത് സുദേവ് നായർ, അജ്മൽ അമീർ, സിദ്ദിഖ, മനോജ് കെ ജയൻ, അസീസ് നെടുമ്പങ്ങാട്, മാളവിക മേനോൻ എന്നിവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് തങ്കമണി, ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് രതീഷ് രഘുനന്ദനാണ്, പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് RB ചൗധരിയാണ്, മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് വില്യം ഫ്രാൻസിസ് ആണ്, സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് മനോജ് പിള്ള, എഡിറ്റിംഗ് ശ്യാം ശശിധരൻ. അപ്പോൾ റിവ്യൂയിലേക്ക് കിടക്കാം. തങ്കമണി എന്നത് ഒരു നടന്ന സംഭവമാണ്. 1986 കഥ പറഞ്ഞു പോകുന്ന സിനിമയാണ്. 86 കാലഘട്ടം 1986 അതേ കഥ അസ്തമാക്കിയ സിനിമയാണ്. അക്രമ രാഷ്ട്രീയം സൂചിപ്പിക്കുന്ന ഒരു സിനിമയാണ്. പൊളിറ്റിക്കൽ കറക്റ്റൻസ് ഉള്ള സിനിമയാണ്. അതായത് തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. ദിലീപേട്ടൻ മാസ് ക്ലാസ് എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. തിയേറ്ററിലെ ഇളക്കി മറിച്ചാണ് ദിലീപേട്ടന് അഭിനയിച്ചിരിക്കുന്നത്. ദിലീപേട്ടൻ്റെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഗംഭീര ഫൈറ്റാണ്. ഫൈറ്റുകൾ കൊണ്ട് ദിലീപേട്ടൻ ആറാടുകയാണ്, നിറഞ്ഞാടുക എന്ന് തന്നെ പറയാം. മാസ് ക്ലാസ് എൻ്റർടൈൻമെൻ്റ് ആണ്. പിന്നെ അഭിനയത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഓരോ എക്സ്പ്രഷൻ കാര്യത്തിലാണെങ്കിൽ ദിലീപേട്ടൻ മത്സരിച്ചാണ് അഭിനയിച്ചത്. ഒരു നല്ല ഒരു സാധാരണ സിനിമയെന്ന് തന്നെ പറയാം. ഒരു ലാഗും ഇല്ലാണ്ട് കാണാൻ പറ്റുന്ന ഒരു പക്ക ത്രില്ലർ സിനിമയാണ്. ഒരു ആക്രമണം കാണിക്കുന്ന സിനിമയാണ്. സലാറൊക്കെ പോലെ, ബാഹുബലി പോലെയൊക്കെ തോന്നുന്ന തരത്തിലാണ് സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്. രതീഷ് രഘുനന്ദൻ്റെ ഡയറക്ഷനൊക്കെ ഉഗ്രനാണ്. ദിലീപേട്ടൻ്റെ അൾട്ടിമേറ്റ് എൻ്റർടൈൻമെൻ്റ് ഉപരി ഒരു ത്രില്ലിങ് ദൃശ്യാനുഭവമാണ് സിനിമ സൂചിപ്പിക്കുന്നത്. ഒരു അഭിനേതാവെന്ന നിലയിൽ ഓരോ കഥാപാത്രവും ചെയ്യണം. ഇപ്പോൾ ചെസ്, രാമലീല, ബാന്ദ്ര എന്ന സിനിമയ്ക്ക് ശേഷം ശക്തമായിട്ടുള്ള മാസ് ക്ലാസ് വെറൈറ്റി ആയിട്ടുള്ള ത്രില്ലിംഗ് അനുഭവമാണ്. ആദ്യം മുതൽ അവസാനം വരെ സീരിയസ് ആയിട്ടുള്ള അഭിനയമാണ് ദിലീപേട്ടൻ കാഴ്ചവെച്ചിരിക്കുന്നത്. തങ്കമണി ഒരു ജീവിത യാഥാർത്ഥ്യമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. കണ്ണീരോടെ മാത്രമാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ വേദനിക്കുന്ന ഒരു മനുഷ്യ സമൂഹത്തിന് ഉള്ളൊരു സിനിമയാണ്. കാരണം ഒരു രാത്രി ഉറങ്ങി കിടക്കുമ്പോൾ അവിടെയുള്ള എല്ലാവരെയും ആക്രമിക്കുന്നു, ചിലരെ കൊലപ്പെടുത്തുന്നു. ഒരു ദുരന്തപൂർണമായിട്ടുള്ള കഥ ആസ്പദമാക്കി നല്ല രീതിയിൽ തന്നെ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. ദിലീപേട്ടൻ്റെ പെങ്ങളായിട്ട് മാളവിക മേനോനൊക്കെ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചും കാഴ്ചവെച്ചിട്ടുണ്ട്. സീരിയസ് ആയിട്ടുള്ള സാധാരണ മാളവികയുടെ അഭിനയം അത്ര എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഇത് വ്യത്യസ്തം നിറഞ്ഞ അഭിനയമാണ്. കുറുക്കനിലേക്ക് അഭിനയം എനിക്ക് അത്ര പോരായിരുന്നു. പക്ഷേ ഇതിൽ മാളവിക മേനോൻ്റെ ഒരു സ്ത്രീ സാന്നിധ്യം ഇതിനെ എടുത്തു പറയേണ്ടതാണ്. പിന്നെ സ്മിനുവിൻ്റെയൊക്കെ പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടായി പോകുന്നുണ്ട്. സത്യനാഥനിലൊക്കെ സിദ്ദിഖയുടെ പേരായിട്ട് അഭിനയിച്ചാണ് സ്മിനു. അപ്പോൾ സ്മിനു ഇതിനകത്ത് നല്ല രീതിയിൽ തന്നെ സ്മിനു ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എടുത്തു വരേണ്ടത് നീത പിള്ള ചേച്ചി നല്ല രീതിയിൽ തന്നെ അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. ദിലീപേട്ടൻ്റെ പേരായിട്ട് റൊമാൻസ് സീക്വൻസൊക്കെ നല്ല രീതിയിൽ തന്നെ പാപ്പനിൽ സുരേഷ് ഏട്ടൻ്റെ ഒരു പോലീസ് ഓഫീസറായിട്ട് നീത പിള്ള അഭിനയിച്ചിരുന്നു. അപ്പോൾ നീത പിള്ള പാപ്പന് ശേഷം നിറഞ്ഞാടിയ ഒരു നിറഞ്ഞാട്ടമാണ് ഈ തങ്കമണി സിനിമയിൽ. ഒരു പൊളിറ്റിക്കൽ കറക്റ്റൻസുള്ള സിനിമ യാഥാർത്ഥ്യമാക്കിയ രതീഷ് രഘുനന്ദന് ജയ് വിളിക്കുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ആബേൽ എന്ന ക്യാരക്ടർ, ആബേൽ മാത്തൻ എന്ന ക്യാരക്ടർ ദിലീപേട്ടൻ കസറി ആറാടി തിമിർത്ത് ഒരു ക്യാരക്ടറാണ് ദിലീപേട്ടൻ ചെയ്തിരിക്കുന്നത്. ആ ക്യാരക്ടർ എങ്ങനെ രീതിയിൽ ക്യാരക്ടറൈസ് ചെയ്യാമെന്ന് ജനപ്രിയ നായകൻ അറിയാം. നല്ല രീതിയിൽ തന്നെയാണ് ദിലീപേട്ടൻ കഷ്ടപ്പെട്ട് അഭിനയിച്ച സിനിമയാണ്. ഇമോഷൻസ് ഉണ്ട്, ആക്രമണങ്ങളുണ്ട്, അടിയുണ്ട്, ഇടിയുണ്ട്. ഒരു എക്സ്ട്രാ ഓർഡിനറി ടാലൻറ്റർ ആക്ടറാണ് ദിലീപേട്ടൻ്റെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഗംഭീര ഫൈറ്റാണ്. നമ്മൾ മായാമോഹിനി, 2020 പോലത്തുള്ള സിനിമകളിലൊക്കെ ഇമോഷൻസ് കണ്ടാണ്. മായാമോഹിനി 2020 ഫൈറ്റ് ഉണ്ട്. മിസ്റ്റർ മരുമോനിലും സൗണ്ട് ബോംബയിലൊക്കെ ഫൈറ്റ് ഉണ്ട്. ഇത് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അഡാറ് ഫൈറ്റാണ്. രാമലീലയ്ക്കും സൗണ്ട് ബോംബ, മീശ മാധവൻ എന്ന സിനിമയ്ക്കൊക്കെ ശേഷം ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഗംഭീര ഫൈറ്റുള്ള സിനിമയാണ്. ബാന്ദ്ര കുറച്ച് പരാജയമാണെങ്കിലും പക്ഷേ ഈ നമ്മുടെ തങ്കമണി ഒരിക്കലും വിജയിക്കാതെ പോകരുത് പ്ലീസ്. അപ്പോൾ തിയേറ്ററിൽ വന്ന് ജനങ്ങൾ കാണണം, ഇടിച്ച് പിടിച്ച് കാണേണ്ട സിനിമയാണ്. ടിക്കറ്റ് കിട്ടാനില്ലെന്നാണ് പറയുന്നത് ഇപ്പോൾ. അപ്പോൾ ദിലീപേട്ടൻ്റെ മസ്റ്റ് വാച്ച് സിനിമയാണ് തങ്കമണി. രതീഷ് രഘുനന്ദൻ്റെ മികച്ച ഡയറക്ഷൻ എടുത്തു പറയേണ്ടതാണ്. ഒരിക്കലും മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റുന്ന ജനപ്രിയ നായകൻ്റെ എല്ലാവിധ അഭിനയ ചെയ്തികളുള്ള സിനിമയാണ്. ചെസ്, രാമലീല എന്ന സിനിമയ്ക്കൊക്കെ ശേഷം വ്യത്യസ്തത നിറഞ്ഞ ഭാവ അഭിനയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഓരോ റിയലിസ്റ്റിക് ആയിട്ടുള്ള അഭിനയത്തിൻ്റെ കാര്യത്തിലും ഒരു രക്ഷയില്ലാത്ത ഒരു മരണമാസ അഭിനയം എന്ന് തന്നെ പറയാം. അൾട്ടിമേറ്റ് ടാലൻറ്റഡ് പെർഫോമൻസ് ആണ്. പണ്ട് നമ്മുടെ ക്രിസ്റ്റഫർ എന്ന സിനിമയിൽ ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞ ടൈറ്റിൽ ക്യാരക്ടറായിട്ട് മമ്മൂക്ക വന്നപ്പോൾ അത് ആറാടി. അപ്പോൾ ഇത് നമ്മുടെ ആബേൽ റാഫേൽ മാത്തൻ എന്ന ക്യാരക്ടർ നല്ല രീതിയിൽ തന്നെ ഉൾക്കൊണ്ടാണ് ദിലീപേട്ടൻ ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രാമീണ കഥ പറഞ്ഞാണ് സിനിമ തുടങ്ങുന്നത്. ഗൾഫുകാരൻ നാട്ടിലെത്തും, തുടർന്നുണ്ടാകുന്ന
സീരിയസ് സംഭവങ്ങളാണ് സിനിമ കഥ പറഞ്ഞു പോകുന്നത്. സിദ്ദിഖിക്കൊക്കെ ഒരു പത്രപ്രവർത്തകനായിട്ട് നല്ല രീതിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അജ്മലൊക്കെ നല്ല പോലീസ് ഓഫീസറായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മസ്റ്റ് വാച്ച് ചെയ്യേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ തങ്കമണി റിവ്യൂ ഒരു പാട്ടിലൂടെ പാടുന്നു. നാടിൻ്റെ പേരല്ല തങ്കമണി, പെണ്ണിൻ്റെ പേരല്ല തങ്കമണി, വെന്ത നാടിൻ്റെ പേരാണ് തങ്കമണി, കാക്കിക്കുത്താടിയ തങ്കമണി. ഇത് ജനപ്രിയ നായകൻ ദിലീപേട്ടൻ്റെ മാസ് ക്ലാസ് ഫാമിലി ത്രില്ലറാണ്. മികച്ച BGM എന്ന് പറഞ്ഞാൽ മികച്ച BGM ആണ്. ഫൈറ്റ് രംഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് BGM യൂസ് ചെയ്തിരിക്കുന്നത്. മ്യൂസിക് ആയിക്കോട്ടെ നല്ല രീതിയിൽ തന്നെയാണ് പാക്ക് ചെയ്തിരിക്കുക. ഒരു പാക്ഡ് എൻ്റർടൈൻമെൻ്റ് ആണ്. ബാന്ദ്രയിലെ എല്ലാ പോരായ്മകളും ഈ തങ്കമണി എന്ന സിനിമയിൽ തീർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റ് വാച്ച് ചെയ്യേണ്ട ദിലീപേട്ടൻ ചിത്രമാണ്. താങ്ക് യു. റിവ്യൂ റേറ്റിംഗ് 5/4.